എനിക്ക് ദിവ്യയുടെ ഓരോ സിനിമകൾ എടുക്കുമ്പോഴും എന്താ ദിവ്യ അല്ലെ, ഓരോ എല്ലാം മികച്ച മികച്ച സംവിധായകൻ. അതുപോലെ തന്നെയാണ് ഈ പ്രണയവർണ്ണങ്ങളുടെ സിബി സാറിൻ്റെ സിനിമയിൽ ശരിക്കും മായ ആ കഥാപാത്രം അത്രമേലൊരു സങ്കീർണമായി നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ആ സിനിമ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഓർമ്മ എടുത്തില്ല, ഞങ്ങളൊക്കെ ഇങ്ങനെ പോണിറ്റയിലൊക്കെ അത് ഭയങ്കര ഫാഷൻ ആയിരുന്നല്ലോ, അതിനകത്ത് ഡ്രസ്സുകളും. എനിക്കൊന്ന് അത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ദിവ്യ ഉണ്ണിയുടെ ഒരു ഇപ്പോഴത്തെ വാക്കിൽ പറഞ്ഞ മേക്ക് ഓവർ അല്ലേ, അപ്പം ആ ഒരു സങ്കീർണത ദിവ്യക്ക് മനസ്സിലായിരുന്നു സിനിമ തുടങ്ങുമ്പോൾ ഈ കഥാപാത്രത്തിന്റെ? ഇല്ല, അതൊരു നോട്ടി ക്യാരക്ടറാണ് എന്നുള്ളത് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പിന്നെ ഈ ലുക്കിലായിരുന്നു ആദ്യമൊക്കെ ശ്രദ്ധ. അതായത് നമ്മളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത, ഇപ്പൊ നമ്മളാണെങ്കിലും ഹാഫ് സാരിയിലൊക്കെ നമുക്കറിയാം എങ്ങനെയാണ്. മറ്റേ ഇപ്പൊ നമ്മളെല്ലാം ചിന്തിക്കണമല്ലോ, ജീൻസ് എന്ന് പറയുമ്പോൾ ചെരുപ്പ് തൊട്ട് ആക്സസറീസ് തൊട്ട് ഹെയർ സ്റ്റൈൽ തൊട്ട് എല്ലാം. അപ്പൊ അങ്ങനത്തെയൊക്കെ ചിന്തകളിലേക്കായിരുന്നു ഫോക്കസ് പോയത്. പിന്നെ ആ മിഡിൽ തൊട്ട് ടുവേർഡ്സ് ദി എൻഡ് വരെ ആ ക്യാരക്ടറിന്റെ കളർ മാറുമല്ലോ. അവര് വളരെ കോൺഫിഡന്റ് ആയിട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഒരു എന്താ പറയാ, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത, പേടി, ഞാൻ ആരെങ്കിലും ദ്രോഹിക്കും, ആ ഒരു ഇതിലേക്ക് പോകുമ്പോഴും പക്ഷെ നമ്മളപ്പോ കോസ്റ്റ്യൂമിലൊന്നും ചേഞ്ച് വരുന്നില്ല. അപ്പൊ ഈ ഒരു മാനറിസത്തിലും ഒക്കെ മാത്രമാണ്. അങ്ങനെ വ്യത്യസ്തമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു രണ്ടുപേര്, അതിലെ നായകന്മാർ രണ്ടുപേരും കലാതിലകങ്ങളായിരുന്നു അല്ലേ. അപ്പം ശരിക്കും ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച രണ്ട് നായകന്മാർ. പലരും ഇങ്ങനെ മത്സരങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള നായകൻ. അന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ മഞ്ജേച്ചിയായിട്ട്? ഇല്ല, അങ്ങനെ എല്ലാവരും ചോദിക്കും ഇങ്ങനെ മത്സരം ഉണ്ടായിരുന്നോ. പിന്നെ അതിൽ ഞങ്ങൾ അടി കൂടുന്ന ഒരു സീനുണ്ട്. ഇത് ചെയ്ത ഹോസ്റ്റൽ റൂമിൽ ഇത് ചെയ്തപ്പോ ശരിക്കും അടി കൂടിയോ? അങ്ങനെ ഞാൻ പറഞ്ഞു, പിന്നെ അടി കൂടാണ്ട് പറ്റില്ലല്ലോ എന്നിട്ട് ഞാൻ പറഞ്ഞു വെറുതെ. അടി കൂടാ, അപ്പൊ ശരിക്കും അടി കൂടി. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, സീനിൽ അടി കൂടണ്ടേ, പിന്നെ ആ അടി കൂടണ്ടേ, അങ്ങനെ. അതല്ലാണ്ട് അതൊക്കെ വെറുതെ ഇങ്ങനെ, അതൊക്കെ സ്ഥിരം അങ്ങനെ ചോദിക്കുമായിരുന്നു ആളുകള്. കാരണം അന്നൊക്കെ വെറുതെ ഗോസിപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അല്ലേ, ഭയങ്കര മത്സരമാണ് രണ്ടുപേർ. കാരണം രണ്ടുപേരും നർത്തകരാണ്, ഒരേ കാലഘട്ടത്തിൽ വന്നവരാണെങ്കിൽ കൂടിയും അല്ലേ മികച്ച മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും അന്നൊരു സംശയമുണ്ട്. ഇപ്പൊ ഈ ഒരു മഞ്ജേച്ചിയുടെ ഒരു തിരിച്ചുവരവിൽ ദിവ്യ ശ്രദ്ധിക്കാറുണ്ടോ കഥാപാത്രങ്ങളൊക്കെ? മിക്കവാറും എല്ലാ സിനിമകളും കാണാറുണ്ട്. ഇഷ്ടമാണ്. കാരണം രണ്ടുപേരും നർത്തകരും കൂടെയാണ്. അപ്പം അന്നൊക്കെ എന്തെങ്കിലും അങ്ങനെ നൃത്തത്തെ കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നൃത്തത്തെ കുറിച്ചുള്ള സംസാരം, പിന്നെ പ്രോഗ്രാംസും ചെയ്യാറുണ്ടായിരുന്നു. ഈ നമ്മുടെ സംഘടനയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാറുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് പോയിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാംസ് വന്നൊക്കെ ചെയ്തിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തോ? അപ്പൊ പ്രാക്ടീസ് മുടങ്ങരുത്. സെറ്റ് ഓഫ് പേരൻസിനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഡിസ്കഷൻസ് വരാറുണ്ടെങ്കിലും ഡിസ്കസ് ചെയ്തിട്ട് വിടും. പ്രാക്ടീസ് ഒന്നും അങ്ങനെ അന്നേരം ഒന്നും ഇല്ല. പക്ഷെ ഉണ്ടായിരുന്നു, നൃത്തം ഒരു മെയിൻ കോൺവെർസേഷൻ ആയിരുന്നു. ഈ പ്രാക്ടീസ് എന്ന് പറയുമ്പം എനിക്ക് ദിവ്യയുടെ പാരൻസിൻ്റെ കാര്യം പറയാതിരിക്കാനേ വയ്യ. കാരണം എല്ലാ കാര്യത്തിലും അതിപ്പോൾ എനിക്ക് ഈ കാലഘട്ടത്തിലൊക്കെ പോലും കുട്ടികൾ സിനിമയിലേക്ക് വന്ന പിന്നെ പഠിത്തം അതങ്ങനെ തുടർന്ന് പോവുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള സമയത്ത്, അത്രയും സിനിമകൾ ചെയ്യുന്ന സമയത്ത് ദിവ്യ ഒരിക്കൽ പോലും ഒരു പരീക്ഷയും മുടക്കിയിട്ടില്ല. അത് അച്ഛനും അമ്മയും തന്നെ. അതുപോലെ ഡാൻസ് പ്രാക്ടീസും ഇല്ലേ. ഇപ്പൊ സിനിമയിലേക്ക് വന്ന് നമ്മളൊരു സ്റ്റാർ ആണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നവർ പൊതുവേ കുറവാണ്. പക്ഷെ അത് ഇന്ന് ദിവ്യക്ക് ജീവിതത്തിൽ ഒരു വലിയ... അതെ, തീർച്ചയായിട്ടും. അത് നമ്മളുടെ ആ ഒരു എന്താ പറയുക, ക്വാളിറ്റി ഓഫ് പെർഫോമൻസ് ഡാൻസിലാണെങ്കിലും കുറഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അന്നേരം കുറച്ച് ലൈറ്റ് ആയിട്ട് ശരിക്കും അന്ന് ദിവ്യയിലെ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടോ, അഭിനയിക്കുന്നു, വന്ന് പരീക്ഷ എഴുതുന്നു, ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും വിഷമം അന്ന് തോന്നിയിരുന്നോ? ഇല്ല, അത് ആ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആർട്ടിന്റെ ക്വാളിറ്റി എപ്പോഴും അതൊരു ഇതുണ്ടായിരുന്നു. അതായത് നമ്മള് വി ഹാവ് ടു ഡെലിവർ ദ ബെസ്റ്റ് എന്നുള്ള ഒരു അത് ഇന്നൊക്കെ അതൊരു സ്ട്രെസ് ആണോ എന്ന് പലരും ചോദിക്കും. പക്ഷെ അല്ല, അതിനുള്ളൊരു ത്വരയായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് മേ ബി അങ്ങനെ ഇനിഷ്യലി വയേർഡ് ആയതുകൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ ഒരു പ്രോഗ്രാമിന് തന്നെ പ്രാക്ടീസ് ചെയ്യാണ്ട് പോയാലോ, അല്ലെങ്കിൽ ഷൂട്ട് ഉണ്ട്, അയ്യോ ഒന്ന് ലൈറ്റ് ആയിട്ട് എടുത്താലും നമുക്ക് അതൊരു ഗിൽറ്റാണ്. അപ്പൊ അത് അങ്ങനെ ആയി വന്നതായിരിക്കണം.